ചൂടി വരമായി നീ നിലാവിൽ. പൊന്നോളം മിന്നി പല കിന്നാരം ചൊല്ലി നിറമായി നീ കാവിൽ. പൊന്നാതിര പൂമണമായി പൊന്നമ്പിളി പൂമഞ്ഞളായി മനതാരിൽ നീ മാണിക്യമായി. പൊന്നാട ചുറ്റി മണിമന്ദാരം ചൂടി വരമായി നീ നിലാവിൽ. പൊന്നോളം മിന്നി പല കിന്നാരം ചൊല്ലി നിറമായി നീ കാവിൽ. ആ മോളെത്തിയോ? മുത്തശ്ശി മോളെ അമ്മേ എന്റെ കുട്ടി എത്തിയില്ലോ. നാഗത്താമാര് കാത്തു. എന്തായാലും നമ്മുടെ കാവിലെ പൂജയും പ്രാർത്ഥനയും ഒക്കെ ഫലിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. മുത്തശ്ശിക്ക് സന്തോഷായി. മോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒന്നുമില്ല അച്ഛാ, ഞങ്ങൾ ഇങ്ങ് എത്തിയില്ലേ. ആ ഏതായാലും ആപത്തൊന്നും കൂടാതെ ഇങ്ങ് എത്തിയല്ലോ. ഇനി ഇങ്ങനെയുള്ള ആപത്തിലൊന്നും പോയി പെടണ്ട. ഇത് ആപത്തൊന്നുമല്ലല്ലോ, കേട്ടെടുത്തോളം ഒരു കെണി. നാഗദൈവങ്ങളുടെ അനുഗ്രഹം കൊണ്ട് കുട്ടിയെ തുണച്ചു. എന്നാലും അവന്മാരെന്റെ കുഞ്ഞിനെ അപകടപ്പെടുത്താൻ നോക്കിയില്ലേ? അവന്മാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ആന്റി, എന്തായാലും അതിന്റെ ആവശ്യം വന്നില്ലല്ലോ. ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അതിഹാസികമായാണ് വൈഷ്ണവിയെ രക്ഷിച്ചത്, അല്ലേ ഈശ്വരളിയ? മണ്ട, അതിഹാസികമല്ലടാ, അതിസാഹസികം. ഇത് തന്നെ ഞാനും ഉദ്ദേശിച്ചത്. പഠിക്കുന്ന സ്ഥലത്തെ പെൺകുട്ടികളുടെ അവസ്ഥ ഇങ്ങനാണെങ്കി എങ്ങനെ പഠിപ്പിക്കാനാ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല മുത്തശ്ശി, ഞങ്ങളില്ലേ കൂടെ. അതെ, ഇക്കാലത്തെ പെൺകുട്ടികൾക്ക് ഒരിടത്തും ഒരു സുരക്ഷ ഇല്ലാണ്ടായിരിക്കുന്നു. അപ്പോ എല്ലാവരും ഇന്ന് തന്നെ മടക്കമുണ്ടോ? ഇവര് വന്നതല്ലേ ഉള്ളൂ. കൂട്ടത്തിൽ ഒരാൾ ഈ മനയെയും കാവിനെയും കുറിച്ച് റിസർച്ച് ചെയ്യാനും കൂടിയാ വന്നിരിക്കുന്നത്. ആ സ്ഥിതിക്ക് ഇവര് കുറച്ചു ദിവസം ഇവിടെ താമസിക്കട്ടെ. എന്താ മുത്തശ്ശി? ആ ഞാനും അക്കാര്യം പറയാനിരിക്കായിരുന്നു. അങ്ങനെ തന്നെ ആവട്ടെ, അല്ലേ ശ്രീധര? അച്ഛനെന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനാ, നമ്മുടെ വൈഷ്ണവിക്കുട്ടിയുടെ കൂട്ടുകാരില്ലേ, ആദ്യമായിട്ട് വന്ന സ്ഥിതിക്ക് ഇവരുടെ അതിഥികളായിട്ട് താമസിച്ചോട്ടെ. ശങ്കുണിയെ ഇവർക്ക് താമസിക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കൊടുക്ക. ഓ ആയിക്കോട്ടെ. കല്യാണി, എന്തോ എല്ലാവർക്കും ഭക്ഷണം എടുത്ത് വെക്കണം. ശരി. അതെ, ഭക്ഷണം കഴിച്ചിട്ടാവാം ഇനിയെല്ലാം. അതിനു മുമ്പായി എല്ലാവരും ക്ഷേത്രകുളത്തിൽ മുങ്ങിക്കുളിച്ച് നാഗദേവിയെ ദർശിച്ചു വരിക. അതാണ് ഇവിടുത്തെ പതിവ്. ആ എന്നാ ശരി. അല്ല, കുളത്തിൽ തന്നെ കുളിക്കണോ? വേറെ വഴിയില്ല, പോയി കുളിച്ചിട്ട് വാ. എങ്കിലും വരിക. ആ എളേച്ച, ഇവരെ കുഴപ്പക്കാരൊന്നും അല്ലല്ലോ അല്ലേ? ഇവരെ പറ്റി ഇവള് പറഞ്ഞ അറിവ് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. കുഴപ്പക്കാരാണോടി? ഏയ്, അങ്ങനെ ഒന്നുമില്ല അമ്മേ. അവരോട് ഇവിടത്തെ ചിട്ടകളൊക്കെ അനുസരിച്ച് നിൽക്കാൻ പറയണം കേട്ടോ. ശ്രീധര, നിങ്ങൾ ആരും കരുതണ പോലെ ആ കുട്ടികൾ അത്ര മോശക്കാരൊന്നും അല്ല. അവരെല്ലാം വളരെ നല്ല കുട്ടികളാ. പ്രത്യേകിച്ച് ആ രാഹുൽ എന്ന പയ്യനെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അവനൊരു തറവാടിത്തമുള്ള ചെക്കനാ, അല്ലേ മോളെ? എനിക്കൊന്നും അറിയില്ല മുത്തശ്ശി. അമ്മേ, എനിക്ക് നല്ല ക്ഷീണമുണ്ട്. നമുക്ക് പിന്നെ സംസാരിക്കാം. നീ ആദ്യം വന്നൊന്ന് കുളിക്ക്, എന്നിട്ട് ഭക്ഷണം കഴിക്കാം.
വേണ്ട വേണ്ട വേണ്ട, അമ്മ എന്നോട് ഒന്നും പറയണ്ട. ഇക്കാര്യത്തെ കുറിച്ച് അമ്മ ഒന്നും സംസാരിക്കാൻ വേണ്ട. ഉണ്ണി, അമ്മ പറയുന്ന ഒന്ന് കേക്ക്. അവര് ആ കുട്ടികൾ വൈഷ്ണവിയുടെ കൂട്ടുകാരാ. വിടാനല്ലേ പറഞ്ഞേ? ഉണ്ണി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. മുത്തശ്ശന്റെ സ്വഭാവം നിനക്കറിയാലോ. അങ്ങോട്ട് നീ പോവണ്ട. എന്റെ ഉണ്ണി, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഉണ്ണി പോവല്ലേ? ഉണ്ണിയേട്ടൻ ചവിട്ടി കുതിച്ച് എങ്ങോട്ടാ? മോളെ, വൈഷ്ണവിയുടെ കൂടെ വന്ന കുട്ടികളെ ഇവിടെ കയറ്റി താമസിപ്പിച്ചതിനാ ഇവൻ ഈ ബഹളം വെക്കുന്നത്. അവരെ ഇവിടെ താമസിപ്പിച്ചാൽ എന്താ കുഴപ്പം? അതിന് ഉണ്ണിയേട്ടന് എന്താ പ്രശ്നം? അത് പറ്റില്ല. അവന്മാരൊക്കെ ആരാന്ന് ആർക്കറിയാം? പുറത്തുനിന്നുള്ളവർ ഈ മനയില് എന്തിനാ താമസിപ്പിക്കുന്നത്? വൈഷ്ണവി ഒന്നും അറിയാത്തൊരു പാവം കുട്ടിയാ. അവളെ ഏതോ ചിലരെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നാ ഉടനെ ഇവിടെ കയറ്റി താമസിപ്പിക്കണോ? അതാണ് അതിന്റെ ശരി. എടാ, നീയൊന്ന് അടങ്ങ്. അമ്മ മിണ്ടിപ്പോകരുത്. ഇവിടെ ഒരുത്തനെയും താമസിക്കാൻ ഞാൻ സമ്മതിക്കില്ല. കഴുത്തിന് പിടിച്ച അവന്മാരൊക്കെ ഞാൻ പുറത്താക്കും. ഉണ്ണിയേട്ടാ, നീ ഇതിൽ ഇടപെടരുത്. ഉണ്ണിയേട്ടൻ ഇപ്പൊ അങ്ങോട്ട് പോണ്ട. നിന്നോടാ ഞാൻ പറഞ്ഞ ഇടപെടരുതെന്ന്. ഉണ്ണിയേട്ടൻ ഞാനാ പറയുന്നത്, കേക്ക്. പോവരുത്. മുത്തശ്ശനോ മുത്തശ്ശിയോ അല്ല അവരെവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. വൈഷ്ണവിയുടെ ഇഷ്ടം അത്. അവളുടെ ഇഷ്ടത്തിന് ആരെങ്കിലും ഇവിടെ എതിര് നിൽക്കോ? ഉണ്ണിയേട്ടൻ നിൽക്കോ? ഉണ്ണിയേട്ടന് അവളോട് സ്നേഹമില്ലെങ്കിൽ പോയിക്കോ. അവളുടെ കൂട്ടുകാരെ ഒക്കെ ഇറക്കി വിട്ടോ. എന്താ പോന്നില്ലേ? മോളെ, നീ ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തൊക്കെ നടക്കുമായിരുന്നെന്നറിയോ? എന്റെ ദൈവമേ, എനിക്ക് ഇങ്ങനെ ഒരു മോനെയാണല്ലോ കിട്ടിയത്. അമ്മായി വിഷമിക്കണ്ട. ഉണ്ണിയേട്ടൻ മുൻകോപിയാണെങ്കിലും ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്. ഉണ്ണിയേട്ടൻ നന്നാവും അമ്മായി. നന്നാവുമായിരിക്കും. രാഹുലലിയ കൊള്ളാട്ടോ, മുറി കിടിലം തന്നെ. ഇതിനകത്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. AC-യുടെ ഫിറ്റിംഗ്സ് ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ. എടാ, ഇതൊരു കാവിലെ മനയല്ലേ. കാവിനുള്ളിലൂടെ കടന്നു പോകുന്ന കാറ്റിന്റെ ഒരു തണുപ്പ് ഈ മുറിക്കുള്ളിലും ഉണ്ടാവും. ഇവിടെയെല്ലാം ഒരു നാഗത്തിന്റെ മണമുണ്ട്. ഓ, നാഗമണം അറിയാൻ നീ നാഗത്തെ മുമ്പ് പിടിച്ച് മണത്തിട്ടുണ്ടോടാ? അളിയൻ ഈ നാഗത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോഴെല്ലാം എനിക്ക് നാഗത്തിന്റെ മണം ഫീൽ ചെയ്യുന്നു. അതിവന്റെ വിയർപ്പനാറ്റായിരിക്കും. എന്തായാലും ഇവിടെ വെച്ച് നാഗത്തിന്റെ കാര്യമൊന്നും നീ പറയാൻ നിൽക്കണ്ട. എന്താ പറഞ്ഞാല് ഈ മുറിയിൽ നാഗം വരുമോ? എടാ, എപ്പോഴും ഇങ്ങനെ നാഗത്തിന്റെ കാര്യം നീ ചോദിച്ചോണ്ടിരുന്നാലേ നാഗം നീ പോലും അറിയാതെ നിന്റെ പോക്കറ്റിലോ നീറും. നാഗോ? എന്റെ പോക്കറ്റിലോ? അളിയ, പാമ്പ് പോക്കറ്റിൽ നിന്ന് കൈ എടുക്കണം. അവന്റെ ഒരു ബെർമുട വള്ളിയും പിടിച്ച് പാമ്പാണ് പോലും. മാറിക്കിടക്കണം അങ്ങോട്ട്. ഇതാണോടാ പാമ്പ്? അത് നിന്റെ അണ്ടർവെയറിന്റെ വള്ളിയാടാ. വള്ളിയായിരുന്ന? ഇവളാരാ? ഞാൻ കല്യാണി. ഇവിടുത്തെ അന്തർജനമായിരിക്കും അല്ലേ? അത്ര വലിയ ആളൊന്നുമല്ല. അത്യാവശ്യം ഈ മനയിലെ ജോലികളൊക്കെ നോക്കും. ആണോ? കല്യാണം എന്തിനാ വന്നേ? ശങ്കുണി നായർ പറഞ്ഞു നിങ്ങളെ കുളത്തിൽ കൊണ്ടുപോയി കുളിപ്പിക്കാൻ. പ്രായപൂർത്തിയായ ഞങ്ങളെ പ്രായപൂർത്തിയായ ഒരു കുട്ടി കുളിപ്പിക്കാനോ? അതൊക്കെ വലിയ പ്രശ്നമാവില്ലേ കുട്ടിയെ? അയ്യടാ, ആ പൂതി അങ്ങോട്ട് മനസ്സിൽ വെച്ചാ മതി. കുളിക്കാനായി കുളക്കടവിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. അതായിരുന്നോ? ഇവിടത്തെ കുളത്തിൽ കുളിക്കണം നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. പുറത്തുനിന്ന് വന്നവരല്ലേ നിങ്ങള്? ക്ഷേത്രക്കുളത്തിൽ മുങ്ങിക്കുളിച്ചു വന്നാലേ ഈ മനയിൽ നിന്ന് നിങ്ങൾക്ക് ആഹാരം കിട്ടൂ. കുളത്തിൽ ഇന്ന് കുളിച്ചാ എല്ലാ ദിവസവും കുളിക്കേണ്ടി വരുമോ? നിന്റെ 3 ദിവസത്തിൽ ഒരിക്കലുള്ള കുളിയൊന്നും ഇവിടെ നടക്കത്തില്ല. അതെ. അളിയോ, ഇതിലും ഭേദം നീ ഒരു കത്തിയെടുത്ത് തന്നെ കുത്തി കൊന്നാ മതിയായിരുന്നുടാ. റിസർച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം. നിങ്ങൾ വേഗം വരിക, എനിക്ക് വേറെ ജോലിയുണ്ട്. കല്യാണി പോയിക്കോളൂ, ഞങ്ങൾ വന്നേക്കാം. ശരി. കല്യാണി പൊയ്ക്കോ പൊയ്ക്കോ. ഇതാണോ കുളം? അതെ, ഇത് തന്നെയാ കുളം. പോയി കുളിച്ചോളൂ. കല്യാണിയെ, എനിക്കൊരു സംശയം. എന്താ? ഈ കുളത്തിൽ പാമ്പുണ്ടോ? അത് ഞാനിതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല. അപ്പൊ ഉണ്ടാവൂല്ലേ? അതൊന്നും എനിക്കറിയില്ല. വെള്ളത്തിലൂടെയും പാമ്പുകൾ സഞ്ചരിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ എങ്ങനെയുണ്ടോ?
പാമ്പിനെ കുറിച്ച് മോശമായി ചിന്തിക്കുന്ന ഒരാളാ ഈ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങുന്നതെങ്കിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. മോശാന്ന് വെച്ചാ അതെന്താ? എടാ, സ്ത്രീകളെ പറ്റി മോശമായിട്ട് വിചാരിക്കുന്ന പോലെ നാഗങ്ങളെ പറ്റി മോശമായിട്ട് വിചാരിച്ച അങ്ങനെയൊക്കെ സംഭവിക്കും. ഏയ്, അങ്ങനൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ എന്താ അത്രയ്ക്ക് ചീപ്പാണോ? ഓ, വേഗം പോയി കുളിക്ക്. വടാ. അളിയ, ഒരു പാമ്പ് അവിടെ. എവിടെ? പാമ്പല്ല, ഒരു പാമ്പ് മനുഷ്യനാ. ഇയാളേതാ? അതിവിടുത്തെ ഉണ്ണി നമ്പൂരിയാ. അയാള് മുങ്ങി. പേടിക്കണ്ടാട്ടോ, ആള് ശുദ്ധനാ. ചോദിച്ചാ നിങ്ങൾ വൈഷ്ണവിയുടെ കൂട്ടുകാരാണെന്ന് പറഞ്ഞാ മതി, ഒന്നും പറയില്ല. ആള് വൈഷ്ണവിയുടെ മുറച്ചെറുക്കനാ. അയാള് പൊങ്ങി. നീയൊക്കെയാണോടാ ഇവിടുത്തെ പുതിയ അന്തേവാസികള്? അന്തേവാസികളല്ലണ്ണാ, വൈഷ്ണവിയുടെ കൂട്ടുകാരാ. കുളിക്കാൻ വന്നല്ലേ? പോയി കുളിക്ക്. കുളി കഴിഞ്ഞ് 3 പേരെ ഇതുപോലെ എനിക്കൊന്ന് കാണണം. അതെന്താ, ഇവിടെ കുളിച്ച പ്രശ്നമുണ്ടോ? നീ ഒന്ന് കുളിച്ചു നോക്ക്, അപ്പൊ അറിയാം. അയാളെന്താ അങ്ങനെ പറഞ്ഞേ? വാടാ. ഇവിടെ പാമ്പുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ആ പെണ്ണ് മനഃപൂർവ്വം നമ്മളെ പാമ്പുള്ള കുളത്തിലേക്ക് കുളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ, എനിക്ക് ഉറപ്പാ. എടാ, ഇതില് പാമ്പുണ്ടെന്നറിയാൻ ഇതില് ചാടിയാലല്ലടാ അറിയാൻ പറ്റൂ. എന്നാ പിന്നെ നീ തന്നെ ചാടി കാണിക്കൂ. തണുപ്പ്. മുത്തച്ഛൻകാവോ? കൊള്ളാലോടാ. നമുക്ക് ഈ കാവിലൊന്ന് കയറിയാലോ? വാ, കാവിക്കരം തൊഴുതിട്ട് പോവാം. അയ്യോ അളിയ, പാമ്പ്. എവിടെ? അവന്റെ പാമ്പ്. പാമ്പല്ലടാ മണ്ട, ഇതാണോ പാമ്പ്? ചേട്ടാ, സോറി ചേട്ടാ. പന്തെറിഞ്ഞ ആളെ പേടിപ്പിച്ചിട്ട് സോറി പറയുന്നോടി. എന്തൊരു വേദനയായിരുന്നടി. ഞങ്ങള് സോറി പറഞ്ഞില്ല ഏട്ടാ. പോട്രാ സുന്ദരേ, പിള്ളേരല്ലേ. ചേട്ടാ, ആ കാവിനകത്തേക്ക് പോവല്ലേ, പണി പാളും. അതെന്താടാ പോയാല്? അതിനകത്തൊരു ദക്ഷകി സർപ്പം ഒളിച്ചിരിക്കുന്നുണ്ട്. സർപ്പോ? ദക്ഷകി സർപ്പം എവിടെയാ ഒളിച്ചിരിക്കുന്നേ? അതാ അവിടെ ഒരു നാഗപ്പുറ്റുണ്ട്, അതിനകത്താ ദക്ഷകി സർപ്പം ഒളിച്ചിരിക്കുന്നേ. ആ ദക്ഷികയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താങ്ക്സ്. ഞങ്ങള് കണ്ടിട്ടില്ല, പണ്ടത്തെ ആൾക്കാര് കണ്ടിട്ടുണ്ട്. അതൊരു ഉഗ്ര വിഷമുള്ള സർപ്പാ. ഈ കാവിലാരെല്ലാം കേറിയ ദക്ഷകി സർപ്പം കുത്തുവോ? അവിടെ ഒരു നാഗപ്പുറ്റുണ്ട്, അതിനുള്ളിലാ ദക്ഷകി സർപ്പം ഒളിച്ചിരിക്കുന്നേ. ഞങ്ങള് പോട്ടെ, ചേട്ടന്മാർ സൂക്ഷിക്കണേ. ബാഡി, നമുക്ക് പോയി കളിക്കാം. അളിയ, ആ കുട്ടികൾ പറഞ്ഞ പോലെ ഒരു വിഷസർപ്പം ഇതിനകത്തുണ്ടെങ്കിൽ നമ്മൾ കേറണോ? എടാ, ഇതൊക്കെ ആ പിള്ളേര് നമ്മളെ വരട്ടാൻ വേണ്ടി പറഞ്ഞാടാ. അല്ലെങ്കിൽ തന്നെ ഈ കാര്യങ്ങളൊക്കെ ആര് വിശ്വസിക്കാനാ? ഈ കാവിൽ എത്രയോ പേര് തൊഴാൻ വരുന്നുണ്ട്. വിഷസർപ്പം ഉണ്ടെങ്കിൽ ഇവിടെ മുന്നറിയിപ്പ് ബോർഡ് വെക്കില്ലേ? ബോർഡൊക്കെ കുരുത്തക്കെട്ട പിള്ളേരെടുത്ത് വലിച്ചെറിഞ്ഞു കാണും. നിനക്ക് പേടിയുണ്ടേ നീ വരണ്ട. രാവിലെ വാടാ, വാ, നമുക്ക് കയറിയിട്ടാടാ. നാഗപ്പുറ്റിനെ പറ്റി കേട്ട സ്ഥിതിക്ക് അത് കാണാതെ പോകുന്ന നഷ്ടമല്ലടാ. വാടാ. അളിയല്ല, നിക്കളിയ, ഞാനും വരുന്നളിയ. നില്ലേ അളിയ, നിക്കേ.
ഈശ്വർ, അതായിരിക്കും ആ കുട്ടികൾ പറഞ്ഞ നാഗപ്പുറ്റ്. എന്റെ അമ്മോ, അതൊരു വല്ലാത്ത പുറ്റ് തന്നെ. കണ്ടിട്ട് അതിനകത്തൊരു ഉഗ്രൻ സർപ്പം ഉണ്ടെന്നാ തോന്നുന്നത്. വാടാ വാടാ. വാ വാ. അയ്യോ എന്റെ അമ്മോ. എന്താ ഇവിടെ? ചേട്ടനായിരുന്നോ? പേടിച്ചു പോയല്ലോ. എന്താണ് നിനക്കൊക്കെ ഇവിടെ കാര്യം? അത് ഞങ്ങളെ തൊഴാൻ വന്നതാ. തൊഴാൻ വരുന്നവരുടെ വഴി ഇതല്ലല്ലോ, അതാണല്ലോ. ഈ വഴിക്ക് വന്നാൽ എന്താ പ്രശ്നം? നീയൊന്നും ജീവനോടെ തിരിച്ചു പോവില്ല, മനസ്സിലാടാ? ഇപ്പൊ മനസ്സിലായെണ്ണ ആ പിള്ളേര് പറഞ്ഞതിന്റെ അർത്ഥം. പോടെ, പോ. പോവാൻ. വാളിയ പോവാം. വൈഷ്ണവി, ഇനിയും തൊഴാൻ സ്ഥലമുണ്ടോ? 3-4 ഉപദേവതകൾ കൂടി ബാക്കിയുണ്ട്. അവിടെ നമുക്ക് തൊഴണം. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് പോവാം. ഈ ക്ഷേത്രത്തിലെ ദർശനവും ആചാരങ്ങളും ഒക്കെ വല്ലാത്തൊരു ഫീൽ ഉണ്ടാക്കുന്നുണ്ടല്ലേ സ്വാതി? എനിക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല വിശപ്പ്. ഫുഡ് കഴിക്കുന്നതിന് മുമ്പേ ഇത്രയും നടന്ന് അധ്വാനിക്കേണ്ടി വരുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇവിടെയല്ലേ ഇങ്ങനെയാ, നമ്മൾ അനുസരിച്ചേ പറ്റൂ. എടാ രാഹുലളിയ, നീ ഇവളെ കെട്ടുന്നതോടെ നിന്റെ കാര്യത്തിലൊരു തീരുമാനമാവും. പാച കടിക്കാതെ നടക്കണം. നമസ്കാരം. നമസ്കാരം. അല്ല, നിങ്ങൾ ഇതുവരെ തൊഴുതു തീർന്നില്ലേ? ഞങ്ങള് തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയതേ ഉള്ളോ? എന്തായാലും ഇവരൊക്കെ ആദ്യമായിട്ട് ഇവിടെ വന്നതല്ലേ, ഒരിടം പോലും വിട്ടുപോകാതെ എല്ലായിടത്തും കൊണ്ടുപോയി കാണിക്കണം. എന്നാ പിന്നെ ഞാൻ എടാ അപ്പൊ ഫുഡോ? നടക്കടാ. ഇവന്റെ ഒരു കാര്യം. മോളെ വൈഷ്ണവി, അപ്പൊ അത്താഴ പൂജ കഴിഞ്ഞ ഇനി എന്തെങ്കിലും കഴിക്കാൻ പറ്റുമല്ലേ? എടാ, കഴിക്കുന്നതിന് ഇവിടെ തന്നെ അന്നദാനശാലയുണ്ട്. നമുക്ക് അവിടെ കയറി കഴിക്കാലോ. നല്ല ചൂട് കഞ്ഞിയും പുഴുക്കും കിട്ടും. എന്നാ എന്റെ വിശപ്പ് മാറി. ഏയ്, അതെന്താ അവിടെ ഒരു ആൾക്കൂട്ടം? ആ വാ, പറഞ്ഞു തരാം. തൊഴുത് അനുഗ്രഹം വാങ്ങിയേക്ക് പോവുക. ആ പോയിക്കോളൂ. ആ പോയിക്കോളൂ. വല്യമുത്തശ്ശി ഇരിക്കുന്ന നിലവറയാത്. ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്നവരെല്ലാം ഇവിടെ വന്ന് മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിപ്പോല പതിവ്. എങ്കിൽ നമുക്കും അനുഗ്രഹം വാങ്ങിക്കാം. ആ എല്ലാവരും ഇങ്ങോട്ട് വരിക. വേഗം വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിക്കുക. സ്വാതി, ഇങ്ങോട്ട് കയറി വാ. മുത്തശ്ശിക്ക് നിന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഈ സമയത്ത് മുത്തശ്ശി നമ്മുടെ മുത്തശ്ശിയല്ല, നിലവറയിൽ ഇരിക്കുന്ന നാഗമെടുത്തമ്മയാ. നാഗദേവിയെ ആവാഹിച്ചിരിക്കുക എന്നാ പറയുന്നേ. ആ, അതായിരിക്കും ഞാൻ മുത്തശ്ശിയെ നോക്കി ചിരിച്ചപ്പോ മൈൻഡ് ചെയ്യാതിരുന്നത്. അനുഗ്രഹം വാങ്ങിയെങ്കിൽ എല്ലാവരും പോയിക്കോളൂ. വരൂ. അമ്മേ ദേവി അനുഗ്രഹിക്കണേ. അപ്പോ പുതിയ നാഗമെടുത്ത അമ്മ ആരാണെന്ന് തീരുമാനമായില്ലേ? ഉടനെ തീരുമാനമാവുന്ന പറയുന്നേ. ആ ചടങ്ങുകളൊക്കെ കാണാനല്ലേ ഞാൻ നിങ്ങളെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. നാഗമടത്തമ്മയാവുന്ന സ്ത്രീ ആരായാലും സമ്മതിക്കണം. ലൗകിക ജീവിതം വേണ്ടെന്ന് വെച്ച് ഇങ്ങനെ ജീവിക്കാൻ ഏത് സ്ത്രീക്കാ കഴിയുക? അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാ ആ സ്ത്രീ തയ്യാറായല്ലേ പറ്റൂ. പിന്നീട് അവര് നാഗദേവി ആവാഹിച്ച അമ്മയാണെന്നാണ് പറയുന്നത്. വിചിത്രമായ ആചാരങ്ങൾ, നാഗങ്ങളെ സ്നേഹിക്കുന്ന കുറെ മനുഷ്യരും. ഇവിടെയുള്ളവരും ഇതൊക്കെ എങ്ങനെ സ്വീകരിക്കുന്നു? ആർക്കറിയാം. അതെല്ലാം നിങ്ങക്ക് പിന്നാലെ മനസ്സിലാവും. ദാ അങ്ങോട്ട് പോവാം.